കുളിക്കായിരുന്നു. ആരെപ്പോ വിളിക്കും? നമ്മളിപ്പോ രാജേഷേനെ വിളിച്ചു നോക്കിയാലോ? എന്റെ അച്ഛനോട് കാശ് ചോദിച്ചോടെ. എന്നിട്ടാണ് അങ്ങനെ തലയിൽ ആണി അടിക്കാൻ. എടീ മൂപ്പരുടെ അടുത്ത് 1-2 അല്ലാതെ ഇത്ര പോകുന്ന 2 കെട്ടാണ് പൂത്തി വെക്കണ ഞാൻ കണ്ടേ. 2 10-20 കെട്ട് കാണും. പിന്നെന്താ ചോദിച്ചോടെ? പക്ഷെ ഒന്നും കിട്ടൂല. എന്നൊരു കാര്യം ചെയ്യും, ചോദിക്കണ്ട, അടിച്ചു മാറ്റാനാ? കക്കണം. അങ്ങനെ കയ്യും കാലം തല്ലി പിടിക്കും. അങ്ങനെ ഇനി അഥവാ പൊക്കിയ കയ്യും കാലല്ലേ തല്ലി പിടിക്കുള്ളൂ. ജിമ്മി ചേട്ട കാര്യം അറിയാൽ ഈ തല ഉണ്ടാവില്ല. അതിലും നല്ലതല്ലേ കയ്യും കാലും തല്ലി പിടിക്കുന്ന മോനെ. പേടിപ്പിക്കേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്, നീ ചിന്തിക്ക്. എന്തായാലും നാട്ടുകാരെ പറ്റിച്ചിട്ടാ നിന്റെ തന്തപ്പടി ഇത്രയും കാശ് ഉണ്ടാക്കിയ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മോനെ, നീ നന്മ വിവരം കളിക്കല്ലേ. ഞാൻ പോയിട്ട് വരാം. ഡോണ്ട് വറി, ബെസ്റ്റ് ഐഡിയ ആണ്. ഒന്ന് ആലോചിക്കേ. ഓനെ ഞങ്ങള് 5 മണിയാകുമ്പോ ഇറങ്ങും കേട്ടോ. നമുക്ക് ഗിഫ്റ്റ് വാങ്ങണ്ടേ പോകുമ്പോ? വാങ്ങണം. അത് പോണ വഴിക്ക് വാങ്ങാം. നമുക്ക് പെരുമ്പാവൂരിന്ന് വാങ്ങിയാലോ? ഏതെങ്കിലും ഇഷ്ടമുള്ള കടയിൽ നിന്ന് വാങ്ങാലോ. പോണ വഴിക്ക് വാങ്ങാലോ. നിങ്ങൾ എങ്ങോട്ട് പോണ കാര്യം പറയണേ? നിനക്കറിയില്ലേ, അമലയുടെ മോളുടെ റിസപ്ഷൻ അല്ലേ? അല്ലെങ്കിൽ തന്നെ നീ ഒരിടത്തും വരൂല. അപ്പൊ നിങ്ങൾ വരാൻ വൈകൂലേ? ഞങ്ങള് കുറച്ച് വൈകും. എന്താ നിനക്ക് വല്ല ഉടായ്പ ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? എന്തുടായ്പ്? അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ കാര്യം നിന്നെ അനിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ.